ഉണർവിൽ ജനത്തെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ആയിരക്കണക്കിന് ശുശ്രൂഷകന്മാർ എഴുന്നേറ്റ് വരേണ്ടത് ആവശ്യമാണ്. ഇന്ത്യയിലെ ഈ ഉണർവ്, ആ ഉണർവുള്ളതുകൊണ്ടാണ് കഠിനമാകുന്ന പീഡനങ്ങൾ ചില സ്ഥലങ്ങളിൽ സംഭവിക്കുന്നത്. ആ ഉണർവിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ദൈവം എഴുന്നേൽക്കുന്ന അഭിഷക്തന്മാർ പരിശോധനകൾക്ക് വിധേയമാകുക. നിങ്ങൾ ശുശ്രൂഷിക്കുന്നത് ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാകുന്നുവോ, ദൈവത്തിൻ്റെ ആലോചനയ്ക്കാകുന്നുവോ ശുശ്രൂഷിക്കുന്നത്? ആ വാക്യം വളരെ ശ്രദ്ധേയമാകുന്നൊരു വാക്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 13-ാമത്തെ അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു. ആ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷിച്ച് തൻ്റെ ഡെസ്റ്റിനിയിലെത്തി അടുത്ത ലോകത്തിലേക്ക് പ്രവേശിച്ചു. അസൂയയിൽ നിന്ന് പ്രസംഗിക്കുന്നവർ, പിണക്കത്തിൽ നിന്ന് പ്രസംഗിക്കുന്നവർ, നാട്യമായിട്ട് പ്രസംഗിക്കുന്നവർ, കോമ്പറ്റീഷനിൽ നിന്ന് പ്രസംഗിക്കുന്നവർ, മത്സരത്തിൽ നിന്ന് പ്രസംഗിക്കുന്നവർ, അങ്ങനെ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് പുറത്ത് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർ ആത്മപരിശോധനയ്ക്ക് വിധേയമായിട്ട് തങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന പരാജയങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ഹിതത്തിന് ശുശ്രൂഷിക്കുവാൻ വേണ്ടി വിധേയപ്പെടുത്തി കൊടുക്കണം.